ഞാൻ ഒരുപാട് ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ വെച്ചാണ് എനിക്ക് ഈ സമ്മാനം കിട്ടുന്നത്. പിന്നെ എനിക്കൊരാശയമുള്ളത്, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പുസ്തകമൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു പേടി. പലരും ചോദിക്കുകയും ചെയ്യും, ഒരു 10ാം ക്ലാസ്സെങ്കിലുമൊക്കെ പഠിക്കാത്തവൻ പുസ്തകം എഴുതുമോ? ഞാൻ ഓടിപ്പോയി എഴുതാൻ ചെന്നപ്പോൾ പറയുന്നത്, ഞാൻ 4 വരെ പോയിട്ടുള്ളൂല്ലോ, 7 കൂടെ പരീക്ഷ എഴുതാതെ 10 എഴുതാൻ പറ്റില്ല. അങ്ങനെ 10 എഴുതി. അപ്പോൾ കാണാൻ അവാർഡ് കിട്ടി. ചെറിയതുമല്ലോ ആണോ, അവാർഡ് കിട്ടി. പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല. ഇനി തോറ്റു വേണമെങ്കിൽ മോഹന മാഷ് തിരിച്ചു വിളിക്കുമെന്നറിയില്ല. ഇക്കണക്കിന് 10 പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടുമായിരിക്കും. വലിയ സന്തോഷമുണ്ട് എനിക്ക് ഈ വേദി നിൽക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ ഞാൻ പൊതുവിലെ അക്ഷരങ്ങൾക്ക് ദാരിദ്ര്യമുള്ള ഒരാളാണ്. എനിക്ക് കിട്ടിയ പ്രചോദനം ഇതുപോലുള്ള എഴുത്തുകാരുടെ കൃതികളിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് എന്തെങ്കിലും ഒന്ന് വിളമ്പിയേച്ചു പോകരുതല്ലോ എന്ന് കരുതി ഞാൻ ഒരാഴ്ച കുത്തിയിരുന്ന് തയ്യാറാക്കി കൊണ്ടുവന്നു. പഠിച്ചു വയ്ക്കാൻ തലയെ കയറണില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാം. വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വർഷത്തെ ചെറുകാട് പുരസ്കാരത്തിന് എന്നെപ്പോലുള്ള ഒരാളെ തിരഞ്ഞെടുത്തിൽ ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോടും ചെറുകാട് സ്മാരക ജഡ്ജിങ് കമ്മിറ്റിയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ജീവിതപാതയുടെ 50ാം വർഷത്തിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനത്തോടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരുപാട് വേദികൾ പങ്കിടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ ചെറുതല്ലാത്ത പകർച്ചയുണ്ടായിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരൻ്റെ പേരിലുള്ള പുരസ്കാരം പ്രതിഭാധനരായ ഒരുപാട് എഴുത്തുകാർ ഏറ്റുവാങ്ങിയ ഈ വലിയ പുരസ്കാരം എഴുത്തുകാരനല്ലാത്ത എനിക്ക് കിട്ടുന്നു എന്നത് ഇവിടെ നിൽക്കുമ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സത്യമാണേ.